Hello മക്കളെ, വെൽക്കം ബാക്ക് ടു സിമസ് ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സസൈസ് 9.1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Two poles of equal height are standing opposite each other on either side of the road, which is 80 meter wide. From a point between them on the road, the angle of elevation of the top of the poles are 60 degree and 30 degree respectively. Find the height of the pole and the distance of the point from the pole. നമ്മുടെ ചിത്രത ഇങ്ങനെ വരും. അതായത് ഒരു റോഡ് 80 മീറ്റർ നീളമുള്ള ഒരു റോഡ് അഥവാ 80 മീറ്റർ നീളമുള്ള റോഡിന്റെ രണ്ടറ്റത്ത് രണ്ട് പോൾസ് അഥവാ രണ്ട് കമ്പുകൾ, രണ്ട് പോസ്റ്റുകൾ എന്തോ ആയിക്കോട്ടെ കുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പോയിന്റിൽ ഇവിടെ ഈ റോഡിന്റെ ഒരു പോയിന്റിൽ നിന്നും ഫ്രം എ പോയിന്റ് ബിറ്റ്വീൻ ദം ഓൺ ദ റോഡ്, ഇതിനിടയിൽ റോഡിന്റെ ഒരു പോയിന്റിൽ നിന്നും ഈ പോളിന്റെ രണ്ടറ്റത്തേക്കുമുള്ള ആംഗിളുകളുടെ ആംഗിൾ ഓഫ് എലവേഷൻ ആണ് തന്നിട്ടുള്ളത്. ഒന്ന് 30 ഡിഗ്രിയും ഒന്ന് 60 ഡിഗ്രിയും. ഓക്കെ, അതിൽ ഈ ലെങ്തിനെ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? 80 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താണ്? ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 80 മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി പോൾസിന്റെ ലെങ്തിനെ y എന്നാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്താ? പോൾസ് ഓഫ് ഈക്വൽ ഹൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ട് പോളിനും ഈക്വൽ ഹൈറ്റ് ആണ്, രണ്ട് പോൾസിനും ഈക്വൽ ഹൈറ്റ് ആണ്. അപ്പൊ പോളുകളുടെ ഹൈറ്റിനെ y എന്ന് എടുത്തു, ഫസ്റ്റത്തെ ഡിസ്റ്റൻസിനെ x എന്ന് എടുത്തു. അപ്പൊ മറ്റേ ഡിസ്റ്റൻസ് എന്ത് വരും? 80 മൈനസ് എക്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ പോളുകൾക്കിടയിലുള്ള വിഡ്ത്ത് അഥവാ റോഡിന്റെ നീളാണ് 80. ഇൻ ബിറ്റ്വീൻ ദ പോൾസ് ഓൺ ദ റോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓൺ ദ റോഡ്, റോഡിലാണ് ആ പോയിന്റ്. അതുകൊണ്ടാണ് ആ ബി എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ രണ്ടിന്റെ നടുക്ക് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്ന് ഇനി നമുക്ക് നമ്മുടെ പിക്ചർ വെച്ചിട്ട് ഓരോന്ന് ചെയ്യാം. ആദ്യം tan 30 ഞാൻ എടുക്കാണ്. രണ്ടൊന്നും y ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയാൽ റൈറ്റ് സൈഡും ഈക്വൽ ആവും. അപ്പൊ tan 30 വരുമ്പോൾ നമുക്ക് 1:√3:2 ആണ്. tan എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 1/√3. ഈ a എന്ന് പറയുന്നത് y ആണ്, എ ബി എന്ന് പറയുന്നത് x ആണ്. ഇനി ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ y ഈക്വൽ ടു എന്നാക്കുക. x ബൈ 1 into x x/√3 ഈക്വൽ ടു y. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. tan 60 നോക്കിയേ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് √3/1. y ബൈ 80 മൈനസ് എക്സ്. ഈ 80 മൈനസ് എക്സിന് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. √3 into 80 മൈനസ് എക്സ് ഈക്വൽ ടു y വരും. ബ്രാക്കറ്റ് ഇതാ ഫ്രം 1 and 2. ബ്രാക്കറ്റ് നമുക്ക് അപ്പുറത്ത് ഓപ്പൺ ചെയ്യാം. ഫ്രം 1 and 2 രണ്ടിന്റെയും RHS y ആണ്, രണ്ടിന്റെയും റൈറ്റ് സൈഡ് y ആണ്. റൈറ്റ് സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡും ഈക്വൽ ആവും. അപ്പൊ x/√3 ഈക്വൽ ടു √3 into 80 മൈനസ് എക്സ് വരും. ഇനി ഇതാ ഈ √3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് ഗുണിക്കാനുള്ളത് ഇപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഗുണിക്കാനുള്ള √3നെ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ എന്തായി? ഹരിക്കാനായി. √3 into √3 എന്താവും? 3 ആവും. ഓക്കെ, √3 into √3 എന്താവും? 3 ആവും. 80 മൈനസ് എക്സ് വരും. ഇനി ഈ മൈനസ് എക്സിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് എക്സിന്റെ വാല്യൂ ആണല്ലോ കാണേണ്ടത്. അപ്പൊ എക്സുകളെല്ലാം ഒന്നിച്ചാക്കണം. ഈ മൈനസ് എക്സിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് എക്സ് ആവും. ഇനി ഇതിനെ ക്രോസ് ചെയ്യാം. എക്സ് ഇൻറ്റു 1 ഒരു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 3 3x ഡിവൈഡർ ബൈ 3 into 1 3. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? എന്താ, ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്തായി? 80 into 3 240 വരും. അതിൽ നിന്ന് 3x ഒരു എക്സ് കൂട്ടിയ 4x. അപ്പൊ x ഈക്വൽ ടു 240/4 60 വരും. ഓക്കെ, ഇനി ഇതിങ്ങനെയും ചെയ്യാട്ടോ. ഇവിടുന്ന് √3നെ അങ്ങോട്ട് കൊണ്ടേ കൂടെ എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവുന്ന √3 into 80 മൈനസ് എക്സ് ആയിരുന്നു. ഇവിടെ ബൈ √3 എന്നായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഈ √3നെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പൊ √3 into √3 എന്തായി? 3 ആയി. അപ്പൊ 3 into 80 മൈനസ് എക്സ്. രണ്ട് രീതിയിലും ചെയ്യാട്ടോ. ഏതാണ് സിംപ്ലിച്ച് അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ x ഈക്വൽ ടു 3×8 24 240 മൈനസ് 3 into x 3x. ഇനി മൈനസ് 3x ഇപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് 3x ആവും. ഈക്വൽ ടു 240. 3x ഒരു എക്സ് കൂട്ടിയാൽ 4x. അപ്പൊ 240. 4x ഈക്വൽ ടു 240. ഇനി എന്ത് ചെയ്യാം? x ഈക്വൽ ടു 240/4 x ഈക്വൽ ടു 60. ഓക്കെ,
എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് 60 കിട്ടി. ഇനി y ഈക്വൽ ടു നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, √3 × 80 - x. അതിൽ എക്സിന്റെ വാല്യൂ കൊടുക്കുക. 80-ൽ നിന്നും 60 പോകണം. 80-ൽ നിന്നും 60 പോയാൽ ബാക്കി 20. അപ്പൊ വൈയുടെ വാല്യൂ 20 √3. അപ്പൊ പോളിന്റെ ഹൈറ്റ് 20 √3യും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 60ഉം 1 20ഉം. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറയുന്നത് 20 √3, അത് y. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ പോൾസ് എന്ന് പറയുന്നത് 1 60ഉം 1 20ഉം. എക്സ് നമുക്ക് 60 ആണ് കിട്ടിയത്. അപ്പൊ ഈ ലെങ്ത് 60 വരും. ഇത് 80 - 60 20ഉം വരും. ഓക്കെ.